പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മുടെ കണ്ണുകളെ തുറക്കുന്ന, നമ്മുടെ കാതുകളെ തുറക്കുന്ന, നമ്മുടെ ഹൃദയത്തെ തുറക്കുന്ന, നമ്മുടെ ജീവിതത്തിന് വലിയ മാറ്റം വരുത്തുന്ന ദൈവത്തിന്റെ വചനം. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായത്തിന്റെ 12 മുതൽ കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കുന്നു. കണ്ണ്, കാത് നമുക്ക് വേണ്ടി ദൈവം തുറന്നു വയ്ക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കർത്താവിന്റെ മുഖം ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കുന്നു. കർത്താവിന്റെ മുഖം ആർക്കാണ് പ്രതികൂലം? ദുഷ്പ്രവർത്തിക്കാർക്ക് പ്രതികൂലമായിരിക്കും. ഒന്ന്, നിങ്ങൾ നന്മ ചെയ്യുന്നവരിൽ ശുഷ്കാന്തിയുള്ളവരാകുന്നു എങ്കിൽ നിങ്ങൾക്ക് ദോഷം ചെയ്യുന്നവർ ആർ? നിങ്ങൾ നന്മ ചെയ്താൽ, ആ ശുഷ്കാന്തിയോടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് വേണ്ടി ആരാണ് ദോഷം ചെയ്യുന്നത്? അടുത്തത്, നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണിയെ ഭയപ്പെടുകയും പരിഭ്രമിക്കുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി മഹത്വീകരിക്കുവിൻ. ഹല്ലേലൂയ. ഇവിടെയാ കർത്താവ് നമ്മളോട് പറഞ്ഞത്, നമ്മൾ ആരുടെയും ഭീഷണികളെ ഭയപ്പെടേണ്ടി വരികയില്ല. ഒന്ന്, കർത്താവിന്റെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥനയ്ക്കും തുറന്നിരിക്കും. ഇവിടെയാ ദൈവത്തിന്റെ പ്രവൃത്തി ഒരു ദൈവ മനുഷ്യൻ അനുഭവിക്കാൻ കഴിയുന്നത്. അവന്റെ കണ്ണ്, അവന്റെ ചെവി, അവന്റെ മുഖം നമുക്ക് വേണ്ടി അവൻ നോക്കിക്കൊണ്ടിരിക്കുക. അവന്റെ മുഖപ്രസാദത്തിങ്കൽ നമുക്ക് കടന്നു പോകാൻ ദൈവം ഇടയാക്കും. പ്രിയമുള്ളവരെ, ഒരു നീതിമാനായി കർത്താവിനോട് കൂടെ ജീവിക്കുവാൻ ദൈവവചനത്തിന്റെ അഭിഷേകം നമ്മുടെ അകത്ത് വെളിപ്പെട്ടേ മതിയാകും. വിശ്വാസത്താൽ ഒരു നീതിമാൻ ജീവിക്കും. അവന് ഭയപ്പെടേണ്ടി വരികയില്ല. നീതിമാൻ വിശ്വാസത്താൽ നീതീകരിക്കും. വിശ്വാസത്താൽ ജീവിക്കാൻ ദൈവം ഇടയാക്കും. ഇന്ന് നമ്മുടെ കണ്ണുകളെയും കാതുകളെയും തുറന്ന് ദൈവകൃപയുടെ ആഴങ്ങളിലേക്ക് നമുക്കൊന്ന് വരാൻ കഴിഞ്ഞെങ്കിൽ എത്ര അനുഗ്രഹമായിരിക്കും. നമ്മൾ ദൈവത്തെ നോക്കണം. ദൈവം ആരാണ്? ഈ അഖിലാണ്ടത്തെ ഒരു വാക്കാൽ ഉരുവാക്കിയവൻ ആരാണോ അവനാണ് ദൈവം. ആ കർത്താവാണ് നമ്മുടെ നടുവിൽ കടന്നു വന്നിരിക്കുന്നത്. പാപം നിറഞ്ഞ മനുഷ്യനെ, പാപത്തിന്റെ മാലിന്യങ്ങൾ മുഴുവനും മനുഷ്യകുലത്തിൽ നിന്ന് മായ്ച്ചു കളഞ്ഞ ഒരേ ഒരുവനായ യേശു കർത്താവ്, ജാതിയെന്നോ മതമെന്നോ വർഗമെന്നോ ലിംഗമെന്നോ ഒരു വേദ വ്യത്യാസമൊന്നുമില്ലാതെ എല്ലാ മനുഷ്യരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരു കർത്താവ്. അവന്റെ സ്നേഹം ഒന്ന് അനുഭവിക്കേണ്ടതിന്, കാരണം നീതി നിമിത്തം കഷ്ടം സഹിക്കേണ്ടി വന്നാലും നിങ്ങൾ ഭാഗ്യവാന്മാർ. അവരുടെ ഭീഷണിയെ ഭയപ്പെടുകയും പരിഭ്രമിക്കുകയും അരുത്. എന്നാൽ ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവായി മഹത്വീകരിക്കുവിൻ. ആമേൻ. ക്രിസ്തുവിനെ എന്ത് ചെയ്യണം? നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് കർത്താവായി മഹത്വീകരിക്കണം. ഈ പുസ്തകം എഴുതിയ പത്രോസിന്റെ ജീവിതത്തിൽ തടവറ അനുഭവം കിട്ടിയപ്പോൾ, യാക്കോബിനെ കൊന്ന ശേഷം പത്രോസിനെ പിടിച്ച് തടവറയിലാക്കിയപ്പോൾ പത്രോസ് ആ തടവറയ്ക്കകത്ത് കിടന്നുറങ്ങുകയാണ് ചെയ്തത്.
കാരണം അവനെ നോക്കുന്ന ഒരു ദൈവമുണ്ടെന്ന് പത്രോസിന് തിരിച്ചറിയുവാൻ ദൈവം ഇടയാക്കി. ഇതുപോലെ പ്രതിസന്ധികളും വിഷയങ്ങളും പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ വന്നോ, കർത്താവിനെ ഒന്ന് നോക്കി നമുക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയും. വേദനകളോ രോഗങ്ങളോ അസ്വസ്ഥതകളെ ഓർത്തൊന്നും നമ്മൾ ഭാരപ്പെടേണ്ട. നമ്മളിൽ വസിക്കുന്ന കർത്താവ് ഇതിനെല്ലാം പരിഹാരമായി, സൗഖ്യമായി, വിടുതലായി, അനുഗ്രഹമായി നമ്മുടെ കൂടെയുണ്ട്. ഒരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങയുടെ കണ്ണ് നീതിമാന്മാരുടെ മേലും അവന്റെ ചെവി അവരുടെ പ്രാർത്ഥന കേൾക്കുന്നതായിട്ടും തിരിച്ചറിയുമ്പോൾ ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്നവന്റെ സാന്നിധ്യം ഇന്ന് ഈ വചനം കേൾക്കുന്നവരുടെയിലേക്ക് അങ്ങ് പകരണം. അവരുടെ ജീവിതത്തിൽ വലിയ ദൈവിക പ്രവൃത്തി വെളിപ്പെടണം. അവരുടെ കുടുംബം, കുഞ്ഞുങ്ങൾ ഒരു പരീക്ഷാകാലത്തിന്റെ സമയത്തിന്റെ നടുവിൽ അവരെല്ലാം അനുഗ്രഹിക്കപ്പെടേണ്ടതിന് പ്രാർത്ഥിക്കുന്നു. മാതാപിതാക്കളുടെ മേലും നിന്റെ കരം വെച്ച് അനുഗ്രഹിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ.